നമസ്കാരം. നമ്മുടെ മലയാള സിനിമാ രംഗം ഇപ്പൊ വലിയ വലിയ പൊട്ടിത്തെറികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ കാരണം പലരുടെയും സ്ഥാനങ്ങൾ തെറിച്ചു. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. സിദ്ദിഖിന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അപ്പൊ സിദ്ദിഖിനെതിരെ ഈ ഒരു പീഡന പരാതി നൽകിയ യുവനടി, നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ നടിക്കെതിരെ ബിഗ് ബോസ് വിന്നർ അഖിൽമാര രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ലൈവ് ഇട്ടിരുന്നു. ആ ലൈവ് പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായമല്ല. അദ്ദേഹത്തിന് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി പറയുന്നതാണെന്നൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കോട്ട് ചെയ്യുന്നു. വളരെ ഗുരുതരമായ ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ ലൈവിൽ വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ബിഗ് ബോസിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഷിജു ചേട്ടനുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നാണ്. മലയാള സിനിമയിൽ എന്നല്ല, ഏത് മേഖലയിലായാലും ഒരു പുരുഷൻ തൻ്റെ അധികാരത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ കരുത്തുപയോഗിച്ച് ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ 100% ആ പെൺകുട്ടിക്കൊപ്പം നിന്ന് ആ ചെയ്യുന്നവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ഞാനും ഒപ്പം ഉണ്ടാകും. ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് അഖിൽമാരാണ്, ഞാനും ഉണ്ടാകും. ഹേമ കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തിപ്പടരുന്ന വാർത്തയാണ് യുവനടി പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. സിദ്ദിഖിനെതിരെ ഉന്നയിച്ച ഒരു പരാതി 2021 ഇവർ ഹേമ കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തിപ്പടരുന്ന വാർത്തയാണ് യുവനടി സിദ്ദിഖിനെതിരെ ഉന്നയിച്ച ഒരു പരാതി. 2021 ഇവർ ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത്. ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഷിജു ചേട്ടനെ വിളിച്ചതെന്ന് പറയാം. കാരണം 2021 ഇവർ ഈ പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വന്ന പേരുകളിൽ ഒരാൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നല്ല മനുഷ്യനുമായ ഷിജു ചേട്ടന്റെ പേരായിരുന്നു. എന്താണ് യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടിയാണ് ഷിജു ചേട്ടനെ വിളിച്ച് സംസാരിച്ചത്. സത്യത്തിൽ വലിയ ഞെട്ടലാണ് ആ സംഭാഷണത്തിന് ശേഷം എനിക്കുണ്ടായത്. അതുകൊണ്ട് ലൈവിൽ വന്ന് ജനങ്ങളോട് ഇത് പറയണമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. ഈ മാധ്യമങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പീഡന വാർത്തകളിൽ എന്താണ് നടക്കുന്നത്? ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്ത വന്നാൽ കേരളത്തിലെ 99% ആളുകളും ഒരു സ്ത്രീയെ പുരുഷൻ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും 70% പേർ വിശ്വസിക്കുന്നത് സെക്ഷൽ അബ്യൂസ് നടന്നു എന്നുമാണ്. കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ വിചാരിക്കും സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന്. പീഡനം എന്ന് വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരോടാണ് പറയുന്നത്, നിങ്ങൾ കൃത്യമായി വാർത്ത കൊടുക്കണം. ഒരു മനുഷ്യന്റെ ജീവിതം വിറ്റ് കാശാക്കരുത്, അത് ആണായാലും പെണ്ണായാലും. ഇനി വിഷയത്തിലേക്ക് വരാം. 2021 യുവനടി തന്നെ ചില ആളുകൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് 12ഓളം പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇത് പുറത്തുവിട്ടതിന് ശേഷം 3 ദിവസം ഇവർ നിശബ്ദയായി തുടർന്നു. ഈ പെൺകുട്ടി 3 ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ 12 പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതാണ്. ഷിജു ചേട്ടന്റെ വീട്ടിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി. ഷിജു ചേട്ടന് ഒരു മകളുണ്ട്. അവരുടെ മാനസികാവസ്ഥ ആലോചിക്കണം. 3 ദിവസത്തിന് ശേഷം ഇവർ പറയുന്നു ഇവരെ ചെയ്തതല്ലെന്ന്. ഈ സംഭവത്തെക്കുറിച്ച് ഷിജു ചേട്ടൻ പറയുന്നത്, ഭുവനേശ്വറിൽ ഒരു ചെറിയ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. താരങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ്. ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യാനാണ് യുവനടി അവിടെ വരുന്നത്. സംവിധായകൻ രാജേഷ് ടച്ച് റിവറാണ്. രേവതി വന്ന ദിവസം മുതൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹിന്ദി നടൻ അതുൽ കുൽക്കർണി ആയിരിക്കണം മാത്രമാണ് അവിടെ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത്. അതേ ഹോട്ടലിൽ തന്നെ ഇവർക്കും താമസിക്കണം എന്ന് പറഞ്ഞ് ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ബുദ്ധിമുട്ടിച്ചു. ഒരു സീനിയർ നടൻ എന്ന നിലയിൽ താൻ പോയി ഇവരോട് സംസാരിക്കാമെന്ന് ഷിജു ചേട്ടൻ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന സമയത്ത് ഷിജു ചേട്ടൻ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഷിജു ചേട്ടനോട് തിരിച്ച് ഇയാൾ ആരാണ് ഇതൊക്കെ പറയാനെന്ന് യുവനടി തിരിച്ചു ചോദിച്ചു. അദ്ദേഹത്തെ അപമാനിച്ചു എന്ന തോന്നൽ വന്നതുകൊണ്ട് ക്ഷുഭിതനായ ഗെറ്റ് ഔട്ട് പറയുകയും അതിനൊപ്പം ഒരു മോശം വാക്ക് പ്രയോഗിക്കുകയും ചെയ്തു. മോശം വാക്ക് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പൊതുവെ സായിഫന്മാർക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കായിരിക്കും. സീനിയർ ആക്ടറായ നടനെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചപ്പോൾ സ്വാഭാവിക രീതിയിൽ അദ്ദേഹം തിരിച്ചു പറഞ്ഞു. ഇതാണ് ഷിജു ചേട്ടൻ നടത്തിയ ആദ്യ പീഡനം. ഇനി രണ്ടാമത്തെ പീഡനം പറയാം. ഈ സിനിമയുടെ സംവിധായകനായ രാജേഷ് ടച്ച് റിവർ ഷിജു ചേട്ടന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ദേഷ്യപ്പെടുമ്പോൾ തെറി വിളിക്കുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തിനെതിരെയും പീഡനം. ഒരു ദിവസം സെറ്റിൽ ഷിജു ചേട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷിജു ചേട്ടൻ അത് ശ്രദ്ധിച്ചില്ല, നടന്നുപോയി. ഇത് രണ്ടാമത്തെ പീഡനം. ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചില്ല എന്നതാണ് രണ്ടാമത്തെ പീഡനം. ഇതൊക്കെ ഉള്ളതാണോ എന്ന് അറിയില്ല കേട്ടോ. ഇത് എന്താണെന്ന് ഒരൊറ്റ മാധ്യമങ്ങളും കൃത്യമായി ആരും അന്വേഷിച്ചിട്ടില്ല. ഇവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, 12 പേർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുക്കുന്നു. ഈ 12 പേർ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ഇവരെ മാനസികമായോ വാക്കുകളായോ ഉപദ്രവിച്ചതാണോ അല്ലയോ
എന്ന് മനസ്സിലാക്കാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വാർത്ത കൊടുത്ത സമയത്ത് ഇതൊന്നും അന്വേഷിക്കാതെ മാധ്യമങ്ങൾ അവരുടേതായ രീതിയിൽ തോന്നിയ രീതിയിൽ എഴുതി വിടുന്നു. മാധ്യമങ്ങൾക്കെതിരെയുള്ള ഒരു കുറ്റാട്ടോ അത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ ശാരീരിക ഉപദ്രവം ഏൽക്കുന്ന പെൺകുട്ടിക്ക് പോലും ഇത്തരക്കാർ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. അത് ശരിയാട്ടോ. ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് പറയാതെ എല്ലാത്തിനും പീഡനം എന്ന വാക്ക് ഉപയോഗിച്ച് പറയുമ്പോൾ വളരെ ഗ്രേവ് എന്താ പറയുക, ക്രൈം നടക്കുമ്പോൾ അതിനും ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടാതായി പോകുന്നു. എന്താണ് പീഡനം എന്നത് മാധ്യമങ്ങൾ പറയുന്നില്ല. ഒരാൾ തെറി വിളിച്ചത് വരെ ഇവിടെ പീഡനമാണ്. കേൾക്കുന്ന ആളുകൾ എന്താണ് ചിന്തിക്കുക? ഞാൻ പുരുഷന് വേണ്ടിയല്ല പറയുന്നത്. കേൾക്കുന്ന സ്ത്രീകൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഭർത്താവും അച്ഛനും സഹോദരനുമുണ്ട്, അവർക്കൊരു ജീവിതമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവനടി എന്ന് പറയുന്ന ഈ നടി ചൈനയിൽ MBBS പഠിക്കാൻ പോയ സമയത്ത് തൻ്റെ സഹപാഠിയുടെ അശ്ലീല വീഡിയോ പകർത്തിയതിൻ്റെ പേരിൽ ഇവർ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇതൊക്കെ 2021 വന്ന കാര്യങ്ങളാണ്. സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് മാറുക മാത്രമല്ല, ജയിലിൽ പോയി കിടക്കണം. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. സഹപാഠിയുടെ അശ്ലീല ചിത്രം പകർത്തിയതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നടി വന്നിരുന്നാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കുക. പീഡനം എന്ന് ആരോപിക്കുമ്പോൾ അത് നേരിടുന്ന പുരുഷനും ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇവർ ആരോപണം ഉന്നയിച്ച ചെറുപ്പക്കാരന്റെ ഭാര്യ ഈ വാർത്തയുടെ സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്ത് തെമ്മാടിത്തരമാണ് ഇത്തരക്കാർ കാട്ടിക്കൂട്ടുന്നത്. അഖിൽമാരാറിന്റെ വാക്കുകളിൽ വലിയ വെള്ളം ചേർക്കൊന്നുമില്ല, പച്ചയ്ക്ക് തന്നെ പറയുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ഫാനൊന്നും അല്ല കേട്ടോ അഖിൽമാരാറിന്റെ. ചില കാര്യങ്ങളൊക്കെ പറയുന്നതിൽ കുറച്ച് പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. പിന്നെ അവസാനം പറഞ്ഞു നിർത്തുന്ന ഇതാണ്: ഒരു പെൺകുട്ടിക്ക് നീതി കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരാണ് തടസ്സം നിൽക്കുന്നത്? ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. നിയമ സംവിധാനങ്ങളുടെ പുറകെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ് ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കരുത്. മലയാള സിനിമ ശുദ്ധമാണെന്നോ നല്ലതാണെന്നോ അല്ല പറയുന്നത്. ഒരുപാട് പെൺകുട്ടികൾക്ക് മോശം അനുഭവങ്ങളും സമീപനങ്ങളും ഉണ്ടായിട്ടുള്ള മേഖലയാണ് മലയാള സിനിമ. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക. ഈ പരാതി സ്വീകരിക്കാൻ ഗവൺമെന്റും തയ്യാറാകുക. മാധ്യമങ്ങൾക്ക് അല്പം മാന്യതയാകാം. മനുഷ്യനാണെന്ന പരിഗണന പുരുഷന്മാർക്ക് കൊടുക്കാം. ഇങ്ങനെ പറഞ്ഞാണ് ആ ലൈവ് അവസാനിപ്പിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഇവിടെ ചില പോയിന്റുകളൊക്കെ ശരിയാണ്, പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട്. പിന്നെ എന്താണോ ഇപ്പം വീണ്ടും പുതിയ പുതിയ ആരോപണങ്ങളായിട്ട് വേറെ നടിമാർ, അതായത് നടിമാരെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഈ പറഞ്ഞ നടിമാരൊക്കെ ഏത് സിനിമയിൽ അഭിനയിച്ചതെന്ന് അറിയില്ല. വേറെ ഒരു യുവനടനെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്, ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ലിസ്റ്റിൽ 10-12 പേരൊക്കെ വരുന്നത്. എല്ലാം വൻകിട വലിയ സീനിയർ ആക്ടേഴ്സൊക്കെയാണ്. മരിച്ചുപോയ ആക്ടേഴ്സിന്റെ കൂടി പേര് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അഖിൽമാരാർ പറഞ്ഞത് നേരെ അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, വായിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെൻ്റെ അഭിപ്രായമല്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഖിൽമാരാർ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറയുക.